ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് 3000-ൽ-1. അതാ അങ്ങോട്ടേക്ക് നോക്കൂ, അങ്ങോട്ടേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. എന്തുടെ ഒരു രക്ഷയില്ല. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. പണ്ടത്തെ ആരും നിരക്ക് എത്ര? 25, 30, പിന്നെ 40, 45. ഇപ്പൊ എത്ര? 80, 90. മനസ്സിലായില്ലേ? നീ ആയിരുന്നു. ഞാൻ വിചാരിച്ചത് പട്ടി ഓരിയിടുകയായിരുന്നു. എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? AI ടെക്നോളജി കണ്ടുപിടിച്ചിരിക്കുക. ആ ടെക്നോളജിന്റെ ഏറ്റവും വലിയ നേട്ടം എന്താണ്? ആ ടെക്നോളജിയുടെ ഏറ്റവും വലിയ നേട്ടം എല്ലാ കാര്യത്തിലും ഞാൻ പോലില്ല. 1000 നിരക്ക് കൂടും. ഭയങ്കരമായ ആള്. 1000 നിരക്ക് കൂടും. ഒരു 25 കൊല്ലം കഴിഞ്ഞാൽ ശരാശരി ആയുസ് 100 ആവും. മനസ്സിലായി നിങ്ങള്? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? പിന്നെ ഒരു 25 കൊല്ലം കഴിഞ്ഞാലോ 150 വയസ്സ്. മനസ്സിലായി നിങ്ങള്? 150 വയസ്സ്. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യം എവിടെയാണ്? ഉത്തരം പറ. അത് ഉത്തർപ്രദേശിലെ ഒരു ശരാശരി ആയുർനിരക്കിനേക്കാളും 16 കൊല്ലം അധികം ജീവിക്കും കേരളം മലയാളി. മനസ്സിലായി? 16 കൊല്ലം. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ളൊരു തൊട്ടിക്കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. EMS അധികാരത്തിൽ വരുമ്പോ കേരളത്തിലെ ആയുർനിരക്ക് 44 വയസ്സാ. അതെന്താ എന്നെ കുറിച്ച് മാത്രം പ്രത്യേകം പറഞ്ഞു? പിണറായി വിജയൻ അധികാരത്തിലിരിക്കുമ്പോൾ കേരളത്തിന്റെ ആയുർനിരക്ക് 79 വയസ്സാണ്. ലോക നിലവാര. സമാധാനം സന്തോഷമൊക്കെ പാട്. നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്? ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. എല്ലാവരും പോയിക്കോ. ചെല്ലേ. അല്ല, നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണോ? പോ. കെടാ.